ഹലോ, ഇന്ന് ഞങ്ങളുടെ കേരളത്തിലുള്ള വീട്ടിലാണ്. അപ്പം ഞങ്ങൾ ക്രിസ്മസിന് പോയതാണ്. അവിടെ നമ്മുടെ വീടിന് മുൻവശത്ത് ഒരു സൈഡിൽ ഇല്ലി നിൽപ്പുണ്ട്. ഇല്ലി അത് വളരെ വലുതായിട്ട് ഇങ്ങനെ ബെൻഡായിട്ട് നമ്മുടെ കാർ പോർച്ചിൻ്റെ സൈഡിലേക്ക് ചാഞ്ഞ് നിൽക്കുക. അപ്പം ഞങ്ങൾ രാവിലെ അത് വെട്ടി അതൊന്ന് അതിൻ്റെ തുമ്പ് ഒന്ന് ഒടിച്ച് കളയാനായിട്ട് നോക്കി. കാരണം അത് ഷീറ്റിനിട്ട് അടിക്കുന്നത് കൊണ്ട്. അതാണ് ഞങ്ങളിപ്പം ഇത് ഞങ്ങളുടെ ഈ കാർ പോർച്ച് ഓപ്പൺ കാർ പോർച്ചാണ്. ഓപ്പൺ കാർ പോർച്ച് 2 കാർ നമുക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തണലായിട്ടാണ് നമ്മൾ ഇല്ലി അവിടെ വളർത്തിയത്. ഇല്ലി നമുക്ക് ഈ ചൂടുള്ള കാലത്ത് നല്ല തണുത്ത കാറ്റ് കിട്ടും. പ്രത്യേകിച്ച് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് കൂടുതൽ ഇല്ലി വളരെ വലുതായിട്ട് പൊങ്ങി അത് ബെൻഡായും ഭംഗിയാണ്. നല്ലൊരു ബ്രീസ് കിട്ടുന്നൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറകുവശമുണ്ട്. അവിടെ നമുക്കിപ്പം ഈ റബ്ബറിൽ തോട്ടത്തിലിടുന്ന പയറാണ് കൂടുതലുള്ളത്. ഇത് ഞങ്ങൾ ക്രിസ്മസ് സീസണിന് കൂടുതൽ ഞങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പം പുതിയ 2 സ്റ്റാർ മേടിച്ചു. 3 സ്റ്റാറുണ്ട്. 2 ഇലക്ട്രിക്കലായിട്ടുള്ള സ്റ്റാറാണ്, ചൈന സ്റ്റാർ. ഇത് വീടിൻ്റെ പുറകുവശമാണ്. അവിടെ നമുക്കിപ്പം കൂടുതൽ പയറും ഈ റബ്ബറിൻ്റെ അതിടുന്ന പയറാണ് കൂടുതൽ അവിടെ സ്പ്രെഡായിപ്പോയി. അപ്പം കുറച്ചിങ്ങനെ റൂട്ട് ഔട്ട് മുകളിലോട്ട് പടർന്ന് വള്ളിപ്പയർ ഇങ്ങനെ കയറി വരും അതിൻ്റെ ആ ടിപ്പ്. അപ്പോൾ അത് നമ്മളത് വെട്ടി അവനെ അങ്ങോട്ട് മാറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഒരു ഓക്സിജൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളൊരു ഏരിയയാണ്. ഏറ്റവും കൂടുതലൊരു ഗ്രാമീണ ലുക്കാണ്. അതായത് നമുക്കൊരു റിസോർട്ട് ഫീൽ കിട്ടുന്ന ഒരു ലുക്കാണ് അവിടെ ഉള്ളത്. നമ്മുടെ പുറവശത്ത് ആഗ്രോ ഇൻഡസ്ട്രീസിൻ്റെ ഈ വെജിറ്റബിൾ ഗാർഡനും ഫാംസും ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വാഴത്തോട്ടവും അതുപോലെ തന്നെ അതിൻ്റെ പുറവശത്ത് നല്ല രീതിയിലുള്ള ഒരു കൃഷി തോട്ടമാണുള്ളത്. നല്ല തണുത്ത കാറ്റ് നമുക്കവിടെ കിട്ടും. എല്ലാ സമയവും നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കും. നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയറാണ് ഞങ്ങളുടെ ഇത്തവണ കേരളത്തിലെ. ഇതെൻ്റെ വീടിൻ്റെ പുറകുവശമാണ്. ഇവിടെ ഞങ്ങൾ കൂടുതലും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് ഭാഗത്ത് കയറി വരും. എന്നെങ്കിലും നല്ലതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഒരു റിവ്യൂ ഉണ്ട് ഈ കൂടെ. നമ്മൾ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്താണ് ബിരിയാണി ഉണ്ടാക്കിയത്. ദം ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഉച്ചയായി. ഇതിൻ്റെ ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേക്കാണ് നമ്മളിത് കഴിക്കുന്നത്. ഈ ഫുഡ് നല്ല ടേസ്റ്റായിട്ടാണ് ഇത്തവണ ഞങ്ങളുടെ ബിരിയാണി റെഡിയായി കിട്ടിയത്. ഞങ്ങളുടെ വീടിൻ്റെ അകമാണിത്. എല്ലാവരും ഓരോ വർക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് മ്യൂസിക്കൽ വ്യൂവിലൂടെ കാണാം.